അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 1-ാം തീയതിയാണ് ഹിമാചലിൽ ജനവിധി രേഖപ്പെടുത്തുക. സംസ്ഥാനത്തെ 4 മണ്ഡലങ്ങളിലും ഒറ്റത്തവണയായാണ് തെരഞ്ഞെടുപ്പ്. കൂടാതെ മറ്റ് 7 സംസ്ഥാനങ്ങളിലെ 57 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അന്ന് തന്നെയാണ് നടക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും ഇത്തരത്തിൽ, അതായത് 57 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അത് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇന്ന് ഏറെ വാർത്താ പ്രാധാന്യമുള്ള നിരവധി സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് നടന്ന ഇടങ്ങളിലും നടക്കാനിരിക്കുന്ന ഇടങ്ങളിലുമായി വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് അമിത്ഷാ ഉൾപ്പെടെ അവകാശപ്പെട്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നൊരു പശ്ചാത്തലത്തിലാണ് അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമ്മളോടൊപ്പം അല്പസമയത്തിനുള്ളിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ജിഷ്ണു കൃഷ്ണനും ഇക്കാര്യത്തിൽ കുറെ കൂടെ വിശദമായ വിവരങ്ങൾ നൽകാനുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ജിഷ്ണു, ഏത് രീതിയിലാണ് ഹിമാചലിലെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്? തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നത് അവസാന ഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് 1-ാം തീയതിയാണ്. അവസാന തെരഞ്ഞെടുപ്പിനൊപ്പമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്താണ് അവിടെയുള്ള സംഭവവികാസങ്ങൾ? എന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? ഐസൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് ഹിമാചൽ പ്രദേശിലെ 4 മണ്ഡലങ്ങളും ജനവിധി രേഖപ്പെടുത്തുന്നത്. 4 മണ്ഡലങ്ങൾ മാത്രമുള്ള ചെറിയ സംസ്ഥാനമാണ് എങ്കിൽ പോലും ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടം അല്ലെങ്കിൽ സാംസ്കാരിക ഭൂപടം പരിശോധിക്കുമ്പോൾ ഏറെ പ്രധാനപ്പെട്ട ഇടമാണ് ഹിമാചൽ പ്രദേശ്. അതുപോലെ തന്നെ ഉയർന്ന ഭൂപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ചിന്താഗതി, അവരുടെ വോട്ടിംഗ് പാറ്റേൺ ഏത് രീതിയിലാകും എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ വിവരങ്ങൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് ലഭിക്കാൻ സാധിക്കും. വളരെ ശക്തമായ പ്രചാരണം BJPയുടെ ഭാഗത്തുനിന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഈ അവസാന ഘട്ടത്തിൽ മുൻപോട്ട് പോകുന്നു. ഇനി 3 ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണത്തിനുള്ളത്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഡോർ ടു ഡോർ ക്യാമ്പയിനും ഒപ്പം രാവിലെയും വൈകിട്ടുമായി ഈ ജനസഭകളും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. ശക്തമായ വാദപ്രതിവാദങ്ങൾ ഹിമാചൽ പ്രദേശിൽ നടക്കുന്നു. പ്രത്യേകിച്ച് നിലവിൽ ഹിമാചലിൽ ഭരണം നടത്തുന്നത് കോൺഗ്രസ് സർക്കാരാണ്. സംസ്ഥാന സർക്കാർ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. അതേസമയം 4-ൽ 3 മണ്ഡലങ്ങളാകട്ടെ ലോക്സഭാ മണ്ഡലങ്ങൾ BJPയുടെ കൈവശവുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഹിമാചലിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച്, ഒപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്തതുമായി ബന്ധപ്പെട്ടും വലിയ ആരോപണങ്ങൾ BJP ഉന്നയിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസ് ജനങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഒരു സമയം വരെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ, വികസന പദ്ധതികൾ നടപ്പാക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത് വലിയ പ്രചാരണ വിഷയമായി തന്നെ BJP ഉപയോഗിക്കുന്നു. ഒപ്പം മോദി സർക്കാരിൻ്റെ ജനക്ഷേമ വികസന പദ്ധതികളും ദേശീയ നിലപാടുകളും ഹിമാചൽ പ്രദേശിൽ വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. അത്തരത്തിലാണ് BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. കോൺഗ്രസ് ആകട്ടെ നിലവിലെ സുഖ്വീന്ദർ സിംഗ് സുഖു സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കിക്കൊണ്ടാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള മണ്ഡലങ്ങൾ എന്നുള്ളത് ഒന്ന് ഹമീർപൂറും മറ്റൊന്ന് മാണ്ഡിയുമാണ്. ഹമീർപൂരിൽ കേന്ദ്രമന്ത്രിയും BJPയുടെ ദേശീയ തലത്തിൽ തന്നെ മുഖവുമായിട്ടുള്ള അനുരാഗ് സിംഗ് ഠാക്കൂർ മത്സരിക്കുന്നു. അദ്ദേഹം ഹമീർപൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 4 തവണയും വിജയിച്ചു വന്നിട്ടുള്ള MP ആണ്. അവിടെ അദ്ദേഹത്തിന് ഇത് 5-ാം ടേമാണ്. അതുകൊണ്ട് തന്നെ ഹമീർപൂർ മണ്ഡലം, ഒപ്പം മാണ്ഡിയിൽ ശക്തമായ പ്രചാരണം നടക്കുന്നു. 2019-ൽ മാണ്ഡി ഉൾപ്പെടെ 4 മണ്ഡലങ്ങളും BJPക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ MP-യുടെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മാണ്ഡി പ്രതിഭ സിംഗിലൂടെ പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് ഇത്തവണ മാണ്ഡി നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചും പിടിച്ചെടുക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചും ഒരു വാശിയാണ്. അതുകൊണ്ട് കോൺഗ്രസ് മാണ്ഡിയിൽ കളത്തിലിറക്കിയത് പ്രതിഭ സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗിനെയും BJP കളത്തിലേക്ക് ഇറക്കിയിട്ടുള്ളത് ബോളിവുഡ് സൂപ്പർ താരം കങ്കണ റണൌത്തിനെയുമാണ്. ഇരുവരും തമ്മിലുള്ള ശക്തമായ പ്രചാരണം മാണ്ഡിയിൽ പുരോഗമിക്കുന്നു. 4 മണ്ഡലങ്ങളിലും ശക്തമായ പ്രചാരണങ്ങൾ നടക്കുന്നു. ഒപ്പം നിയമസഭയിലേക്കുള്ള 6 മണ്ഡലങ്ങളിൽ വളരെ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നു എന്നുള്ളതാണ് ഹിമാചൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 6 മണ്ഡലങ്ങളിലും BJPക്ക് വിജയം കണ്ടെത്താനാവുകയാണെങ്കിൽ സംസ്ഥാനത്തൊരു ഭരണമാറ്റത്തിനുള്ള സാധ്യതയുണ്ട്.